അപ്പൊ ഈ ഇപ്പം മഹാരാജാസ് കോളേജിലായിരുന്നല്ലോ ഡിഗ്രിക്ക് പഠിച്ചതല്ലേ? മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കലാകാരന്മാരുടെ ഒരു കോളേജാണ്. അവിടെ എങ്ങനെയാ പ്രോഗ്രാം ഒക്കെ സജീവമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? കോളേജില് കോളേജ് ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ നല്ല രസമായിരുന്നു. ക്യാമ്പസ് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം. അതെ അതെ. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കോളേജിന്റെ ഒരു കോർണറിലാണ് ശരിക്കും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അന്ന്. ഇപ്പൊ അതെനിക്കൊന്ന് മാറ്റായിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സമരങ്ങളും കാര്യങ്ങളൊന്നും അധികം ഞങ്ങളെ എഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അത് ആ കോർണറിലായോണ്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ അവിടെ ക്ലാസ്സൊക്കെ നടക്കും, വലിയ ബഹളമൊന്നും അങ്ങോട്ട് വരില്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞങ്ങൾ ചെന്നപ്പോൾ ക്ലാസ്സസ് ഇങ്ങനെ കുറേ കട്ടാവും, സമരമാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് എന്താണ് ഇത്, ഒരു സമരമൊന്നും ഞങ്ങളെ ബാധിക്കില്ലല്ലോ, സമരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊന്നും നടക്കണില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും അവിടെ നമുക്കറിയാലോ മഹാരാജ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പാർട്ടാണ്. അപ്പൊ ആ ഒരു കൊല്ലമാണ് ശരിക്കും ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ സംഭവമൊക്കെ. അപ്പൊ അതൊക്കെ ഞങ്ങൾ അന്ന് അവിടെ എക്സ്പീരിയൻസ് ചെയ്തു, എൻജോയ് ചെയ്തു. അന്ന് മറക്കാൻ. ആ സമയത്ത് ആരെങ്കിലും സെലിബ്രിറ്റീസ് ആരെങ്കിലും കൂടെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഇയറില്? എൻ്റെ കൂടെ ഇപ്പം ചിത്രയൊക്കെ എൻ്റെ തൊട്ട് സീനിയർ ബാച്ചായിരുന്നു, ചിത്ര അരുൺ. പിന്നെ മറ്റേ സുബിൻ ഇഗ്നേഷ്യസ് സാറിന്റെ മോൻ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ അഫ്സൽ, മ്യൂസിക് ഡയറക്ടർ അഫ്സൽ എൻ്റെ തൊട്ട് സീനിയർ ബാച്ചിൽ പഠിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പഠിച്ച കലാകാരന്മാര് കംപ്ലീറ്റ് മഹാരാജാസ് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്.